എൻ്റെ മുഖത്തെല്ലാം നല്ല വിയർപ്പും കണ്ണിൽ നിന്നൊക്കെ ചെറിയ വെള്ളമൊക്കെ വന്നുണ്ട്. കാരണം പരമ്പരാഗത രീതിയിൽ ഞങ്ങൾ തയ്യാറാക്കണ ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ ചെയ്യണത്. ഒരു കറിയാണ്. നമ്മൾ കറിക്കായിട്ട് ഒരു കുറച്ച് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി ദളം, 4-5 ദളം ചുമന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കും. ആദ്യം ചട്ടി വെച്ചു. ഹായ്, എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. പുതുവത്സരമൊക്കെ പിറന്നിട്ട് എല്ലാവർക്കും എങ്ങനെയുണ്ട്? ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? അപ്പം ഞങ്ങളിന്ന് ഒരു ഔട്ട്ഡോർ ഷൂട്ടാണ് കാണിക്കുന്നത്. വളരെ ലളിതമായ ഒരു ഒഴിച്ചുകറിയാണ്. അതായത് നല്ല ചാളയൊക്കെ കിട്ടുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നാടൻ ചാള വെച്ചുള്ള പിണ്ടിയും ചേർത്തുള്ള ഒരു മുളക് ചാറ് കറിയാണ് തയ്യാറാക്കുന്നത്. അത് നെയ്യുള്ള ചാളയാണെങ്കിൽ അത് കൂടുതൽ രുചികരമായിരിക്കും. പിന്നെ ഇത് കണ്ട് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പതിവ് പോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നെയ്യുള്ള ചാളയാണെങ്കിൽ വളരെ ടേസ്റ്റ് ചെയ്ത് ആ പിണ്ടിയിലേക്ക് ചാളയുടെ നെയ്യൊക്കെ അങ്ങ് പിടിക്കും. ഒരു ദിവസം കാലത്തെ നമ്മൾ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകിട്ടത്തേക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കോ ഇത് കൂടുതൽ രുചികരമായിരിക്കും കേട്ടോ. ഇത് എങ്ങനെയാണ് തയ്യാറെടുക്കണമെന്ന് നോക്കിക്കളയാം. നമ്മൾ പുറത്ത് നിന്ന് അടുപ്പ് കൂട്ടി അതിലാണ് കേട്ടോ ചെയ്യണത്. അത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അറിയാൻ പറ്റും. എന്നിട്ട് പതിവ് പോലെ ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നമ്മൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എത്രയും പെട്ടെന്ന് 1 ലാക്ക് അടിക്കണം കേട്ടോ. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് ഞങ്ങളിപ്പോൾ ഇത്രയും വരെ എത്തി നിൽക്കുകയാണ്. ഇനി കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ 1 ലാക്ക് ആകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് പരിപാടികൾ തുടങ്ങിക്കളയാം. കഴിഞ്ഞാൽ ഞാൻ പുറത്ത് ഒരു 3-4 ഇഷ്ടികയൊക്കെ വെച്ച് ഒരു അടുപ്പിൻ്റെ ഷേപ്പിലൊക്കെ മണ്ണിലാക്കി വെച്ച് കുറച്ച് ഓലയും ഒരു ഇച്ചിരി പൊതുമ്പും കുഞ്ഞു പൊടിവിറകും വെച്ചിട്ടുണ്ട്. എന്നിട്ട് തീ പിടിപ്പിക്കാനായിട്ട് ഞാനൊരു സ്വല്പം പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ തീപ്പെട്ടി ഒഴിച്ച് നമുക്ക് ആദ്യം ഈ ഓലയിലേക്ക് തീ പിടിപ്പിക്കാം. കാരണം മണ്ണിലാകുമ്പോൾ തീ പിടിച്ചു വരാൻ ഇച്ചിരി താമസം വരും കേട്ടോ. അപ്പം നമുക്ക് തീ പിടിപ്പിക്കണ നമ്മുടെ രീതിയിൽ തീ പുറത്ത് പിടിപ്പിക്കണ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മണ്ണിലായതുകൊണ്ട് ഒരു സ്വല്പം താമസം വരും നമുക്ക് തീ കൂട്ടി കിട്ടാൻ. ഇനി നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ആദ്യത്തെ ഈ അടിയിലിരിക്കുന്ന ഓലയുടെ അങ്ങോട്ട് നമുക്ക് അങ്ങ് തീ വെച്ച് കൊടുക്കാം. പതുക്കെ കത്ത് കയറി വരുവുള്ളൂ കേട്ടോ, തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ പൊതുമ്പൊക്കെയാണ് വെച്ചേക്കണേ. അല്ല, എല്ലാം വിറകെല്ലാം ഉണക്കിയാ, പക്ഷെ മണ്ണൊക്കെ ഇങ്ങനെ തണുത്ത് കിടക്കണത് കൊണ്ട് പതുക്കെ തീ കത്തിപ്പിടിച്ച് ഒന്ന് വരട്ടെ, ഓലയിലേക്ക് കത്ത് കയറി വരട്ടെ കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി പേപ്പറും കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം പേപ്പറിൽ അങ്ങ് കത്തി പിടിച്ചോളും ജസ്റ്റ്. പിന്നെ ഓലയിലേക്കും പൊതുമ്പിലേക്കും ഒക്കെ തീ കയറിക്കോളും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പൊടിവിറയിലേക്ക് പിടിപ്പിക്കാം നമുക്ക്. കുഞ്ഞൊരു പൊടിവിറക് വെച്ചതാ, അതൊക്കെ കത്തി പിടിച്ച് വരട്ടെ അല്ലേ. അതെ. തീ പിടിപ്പിക്കാൻ എപ്പോഴും ഓല തന്നെ വെക്കണം, എന്നാലേ കത്തി ആദ്യം ഇങ്ങനെ പിടിച്ചു വരുവോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊതുമ്പും ബാക്കി എല്ലാത്തിലേക്കും പൊടിവിറയിലേക്കൊക്കെ കയറിക്കോളൂ കേട്ടോ. ഇനി പതുക്കെ തീ പിടിച്ച് വന്നുണ്ട്. ഇനി കത്തട്ടെ, ശരിക്ക് കത്താവട്ടെ. തണുത്ത പ്രതലമായിരുന്നത് കൊണ്ടാട്ടോ തീ പിടിച്ച് കിട്ടാനായിട്ട് ഇച്ചിരി താമസം വന്നത്. തീ ശരിക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ചിരട്ടയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാം, അല്ലാതെ തീ കത്തിക്കിട്ടി. ഈ തീ കത്താതിരിക്കുമ്പോൾ പഴയ അമ്മച്ചിമാരൊക്കെ പണ്ടിങ്ങനെ പറയും, എപ്പോഴും മണ്ണെണ്ണ ഒഴിച്ച് തീ പിടിപ്പിക്കാൻ അടുപ്പില്ല. ഞാനങ്ങനെ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായാലും കുറച്ച് മണ്ണെണ്ണയുടെ ഒരു സ്മെല്ല് ചിലപ്പോൾ വിറകിൽ വന്നിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണ്ണെണ്ണയുടെ ടേസ്റ്റ് വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ നാച്ചുറലായിട്ട് തന്നെ പിടിപ്പിക്കുന്നതാണ് കേട്ടോ നല്ലതാണ്. ഇതിപ്പോൾ ഞങ്ങളൊരു വെറൈറ്റി കുക്കിംഗ് കാണിക്കണമെന്നേ ഉള്ളൂ അല്ലേ. പുറത്ത് ഈ കൂട്ടി പിടിപ്പിച്ചൊരു കുക്കിംഗ് എന്നേ ഉള്ളൂ.
ഞാൻ 1-2 ചിരട്ടി ഒന്ന് പൊട്ടിച്ച് അടുപ്പിൽ വെക്കാമെന്ന് കരുതി. ഒന്ന് പൊട്ടിക്കാൻ നോക്കുവാട്ടോ എൻ്റെ മെതകളിലെ ഇഷ്ടിക വെച്ചിതേ നമുക്ക് ചീളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമല്ലോ. അതെ, കത്തിക്കാനായിട്ട്. നമ്മൾ കറിക്കായിട്ട് ഒരു കുറച്ച് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി ദളം, 4-5 ദളം ചുമന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കും. ആദ്യം ചതച്ചെടുക്കണം. ഇത് നമ്മൾ ചതച്ചല്ലേ എപ്പോഴും കറിക്ക് ചേർക്കാറ്. തീ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നന്നായിട്ട് കത്തായില്ലേ? ആ സമയത്ത് ഇത് ചെയ്ത് വെച്ചാൽ മതി. അല്ല, ചെയ്ത് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുവോ ചട്ടീന്? കറിക്കുള്ള കറി എന്നാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? അതെ അതെ അതെ, നമുക്ക് പറയാൻ പിന്നാലെ. ശരിക്ക് തീയായില്ലേ? അതെ. ചിരട്ട ചെന്നപ്പോ കണ്ടോ? തീ കുത്തി വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ തീ കെട്ടുപോയാൽ പിന്നെ വിഷയല്ലേ. ഓലയൊക്കെ കത്തി തീർന്നു. നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെക്കാട്ടോ. വെക്കാം. വെച്ചോ. ചട്ടി വെച്ചു. ഇങ്ങനെ ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാലോ? ഒഴിക്കാം. കിളികളുടെ കളകൂജനങ്ങൾ അതൊക്കെ പിടിച്ചോ കേട്ടുകൊണ്ടൊരു പാചകം. എണ്ണയൊന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടാകുമ്പോൾ നമുക്ക് അതിനെ ഉള്ളി മുളകൊക്കെ മൂപ്പിക്കാം. അതെ, അത് കഴിഞ്ഞിട്ട് അരപ്പ് മൂപ്പിക്കണം. ഇതേ കടുക്, ഒരു തരി കടുക് ഇട്ടു. ഒരു 2 തരി ഉലുവ സ്വല്പം മതി. 2 തരി. ഇനി അത് പൊട്ടുമ്പോൾ ഉള്ളി മൂപ്പിച്ചത് ഇടാം കേട്ടോ. പൊട്ടട്ടെ. തീ ഇടയ്ക്ക് ഊതി കൊടുക്കണം. തീ ഊതി കൊടുക്കണം. മാക്സിമം പുക വരാതെ നോക്കണം. കുറച്ച് പുക കിട്ടും. പുകയില്ലെങ്കിലാണ് ഏറ്റവും നല്ലത്. അതെ, തീഞ്ഞ് പിടിച്ചു വന്നാൽ പിന്നെ നോർമലാവും. അതെ, കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതെ. ചട്ടിയിലേക്ക് ഉള്ളിയും ഇഞ്ചിയും ചതച്ചതിടുവാണ്. കടുക് പൊട്ടിയായിരുന്നു. ആ കൂടെ 2 പച്ചമുളകും ഒരു പിടിപ്പ് വേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ ആ കൂടെ. ഇനി ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കണം. അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാളക്കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനുള്ള അരപ്പ്, അതായത് ചാള പിണ്ടി ചേർത്തുള്ള മുളക് ചാറ് കറി കേട്ടോ. അതിനുള്ള അരപ്പിന് അളവ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. മുളക് എന്തോരാന്നുള്ളത് ഇടാൻ നേരത്ത് പറയാം. ഇത് ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കട്ടെ. സാധാരണ മീൻകറി പോലെ തന്നെ അതിൽ ചാളയുടെ കൂടെ പിണ്ടി ചേർക്കേണ്ടെന്ന് മാത്രം. പാളയംകുടം വാഴയുടെ പിണ്ടി ചേർത്തുള്ള ചാളക്കറി കേട്ടോ. അതാണ്. അതിനിത് ഞാനൊരു ഇത് ഇടയ്ക്ക് പറഞ്ഞേക്കാം. ഈ സ്പൂൺ കാണാമോ നോക്കിയിട്ട് മുളക് പൊടി ഇരിക്കുക. ഇതിന് 2 കൂമ്പന് പിരിയൻ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി പിരിയൻ, പിന്നെ 1 വടിച്ച് എരിവ് മുളക് പൊടി, എന്നിട്ട് സ്വല്പം വെള്ളത്തിൽ ചാലിച്ച് വെച്ചേക്കണം അരപ്പട്ടോ. അത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പൊടിയോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇച്ചിരി ഇങ്ങനെ വെള്ളം ചേർത്ത് ചാലിക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ചേർക്കാനായിട്ട്. അതെ. ഇനി നമുക്ക് നല്ല തീയല്ലേ? അതെ, താഴെ നല്ല കനലൊക്കെ ആയി. ഇപ്പോൾ തീയങ്ങ കത്തി വന്നാൽ പിന്നെ കത്തിക്കോളും. മുറ്റത്തല്ലേ നമ്മൾ അടുപ്പ് കൂട്ടിയേക്കണം, പറമ്പിലല്ലേ. അതാ ഞാൻ അരപ്പ് ചേർത്തോട്ടെ. അരപ്പ് ചേർക്കാറായത്. നമുക്ക് ഇച്ചിരി വെള്ളം കഴുകി ഒഴിക്കാട്ടോ അതിൽ. നല്ല കളറല്ലേ? അതെ അതെ, അരപ്പിൻ്റെ കളർ. ശരിക്കും തീ കത്തണോണ്ട് ശരിക്കും അങ്ങ് വഴന്നോളും അരപ്പ്. ഇടയ്ക്ക് ഓരോ പൊതുമ്പോ വിറകൊക്കെ വെച്ച് കൊടുക്കണം. അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് പൊതുമ്പോ വിറകോ ചിരട്ട എന്ത് വേണമെങ്കിലും വെക്കാം. എപ്പോഴും ആ ഒരു കനല് ഉണ്ടായിരിക്കണം അടുപ്പിൽ. അത് തന്നെ, കനൽ അടുപ്പിൽ കിടക്കണം എപ്പോഴും. നമ്മൾ ചാള കാണിച്ചായിരുന്നു ഇതിലെ ഇടാനുള്ള. പിടിച്ചു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാള ഇതേ
പിണ്ടി ഞാൻ ഈ ചാളയിലേക്ക് അങ്ങ് ചേർത്ത് വെക്കാം. ദേ ഇത്രയും പിണ്ടി ചേർത്തിട്ടുള്ളൂ. അത് ഞാൻ ഇച്ചിരി വലുതാക്കിയാട്ടോ നുറുക്കിയത്. ചാളയുടെ കൂടെ ഇടാനുള്ളതാകുമ്പോൾ ഇച്ചിരി നീളത്തിൽ നുറുക്കണം, കുനുകുനുന്നാക്കരുതെന്ന് മാത്രം. ഇത് ഞാൻ ഇച്ചിരി വെള്ളത്തിലാണ് അരിഞ്ഞിട്ടേർന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിണ്ടി അരിഞ്ഞ് കൂടുതൽ സമയം ചുമ്മാ വെച്ചിരുന്ന കറയിളകും. അപ്പം വെള്ളത്തിൽ കിടന്ന ആ വിഷയമില്ല. ഞാൻ ദേ പിണ്ടി ഇതിലേക്ക് മാറ്റുക, ഇതിലേക്ക് ചേർക്കാറായി. ഇതേ ചാളയുടെ കൂടെ ഇടുക കേട്ടോ. അതെ കണ്ടോ, സ്പീഡിൽ ചെയ്യണം. എന്നാ നരപ്പ് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ കെടുത്താൻ പറ്റൂല്ലോ, ഗ്യാസ് പോലെ. ഇത് ഇതിലേക്ക് ചേർക്കണം, അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യണം, സ്പീഡിൽ. എന്തേ അരപ്പ് മൂത്തു, നമുക്ക് ചാളയും പിണ്ടി അതിലേക്ക് ഇട്ടാലോ. അടുപ്പിലേക്ക് അല്ല, അടുപ്പിലേക്കൊന്നും പോട്ടെ, കലത്തിലേക്ക് പറയണതല്ല, വാക്കുകൾ കിട്ടുന്നില്ല അല്ലേ. നല്ല മൂത്തപ്പം നല്ല കളറൊക്കെ മാറി, അല്ല ഡാർക്ക് കളറായി. ഡാർക്ക് കളറ്, നല്ല സ്മെല്ല്. ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, പിടിയെന്ന് ചേർക്കണം. ചാളയും പിണ്ടി അങ്ങ് ചേർത്ത് ഒരുമിച്ച് ചേർക്കാം. ഒരുമിച്ച് പിന്നെ ഒരുമിച്ച് സ്വല്പം ആദ്യം സ്വല്പം പുളിവെള്ളം അങ്ങ് ഒഴിക്കാം. ദേ കണ്ടോ, ഒരു കുറച്ച് അതിനുള്ള പാകത്തിന്. പിന്നെ നമുക്ക് എന്നാന്നോ ഉപ്പ്, ഉപ്പ് കണ്ടോട്ടോ, ഒരു പാകം നോക്കി കുറച്ചങ്ങ് ഉപ്പങ്ങ് ഇടുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തിളപ്പിച്ചാറിച്ച വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ, കപ്പിൽ വെച്ചിട്ടുണ്ട്. ആ വെള്ളം ചാറിന് ആവശ്യത്തിനുള്ളത് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കൂടെ ചിലപ്പോൾ വേണ്ടി വരും കേട്ടോ, ഒന്ന് ഇളക്കട്ടെ കേട്ടോ. ഇതുകൊണ്ട് ഒന്ന് ഇളക്കട്ടെ. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണോ? ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം. ഒരു പൊടിക്ക് വേണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നണേ. നോക്കട്ടെ, ഒരു പൊടിക്ക് ഒഴിച്ചേക്കാൻ വേണമെങ്കിൽ. ഇത് ഇച്ചിരി വറ്റിച്ചാട്ടോ നമ്മൾ എടുക്കണേ, ചാറ് വറ്റിച്ച. ഞാൻ ഈ മാറി നിന്ന് ഇളക്കണ എന്നാന്ന് വെച്ചാൽ അവിടെ ഡയറക്റ്റ് അടുപ്പ് കൂട്ടിയേക്കണ സ്ഥലമായതുകൊണ്ട് ഭയങ്കര തീ മുഖത്തേക്ക് അടിക്കുന്നതാ ചൂട്. ഒരു പൊടിക്ക് വെള്ളം എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. ഇനി മൂടിയാലോ? മൂടാട്ടോ. ഉപ്പ് ചേർത്തല്ലോ നമ്മളെ. ഇനി അവിടെ ഇരുന്ന് കത്തട്ടെ കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് അടപ്പ് തുറന്നു നോക്കാം കേട്ടോ. തീ കത്തട്ടെ. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? തുറക്കാലോ. അടിപൊളി വഞ്ഞു അല്ലേ, തിളച്ചു വഞ്ഞു. തീ കെടാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചിരട്ടയോ പൊതുമ്പോ വിറകൊക്കെ ഇട്ട് കൊടുത്താൽ മതി. തീ കത്തിക്കഴിഞ്ഞാൽ പിന്നെ വിറക് മതി, പ്രശ്നമില്ല. ആ തിളക്കി വേണം. തിളച്ച് കഴിഞ്ഞ് നമുക്ക് തുറന്നു വെക്കാം കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ വറ്റളം മുറയ്ക്കനുസരിച്ച് നമുക്ക് ഓഫ് ചെയ്യാമല്ലോ. ഇത് അല്ല, ഗ്യാസ് എപ്പോഴും ഗ്യാസ് ഇത് വറ്റണം മുറയ്ക്ക് നമുക്ക് തീ വിറക് മാറ്റണം ചൂട്ടിന്ന്. എന്നിട്ട് സ്വല്പ സമയം കനലിലിരുന്ന് വെന്താൽ മതി. ഇങ്ങനെ പല പാചകവും നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് ചെയ്യാം. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ ചട്ടിയുടെ ചെയ്യണ പാത്രത്തിന്റെ അടിയിലെല്ലാം കരി പറ്റും. പിന്നെ തേച്ച് കഴുകുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു പ്രയത്നമാണ്. തേച്ച് കഴുകി എടുക്കല്, ചട്ടിയെ ക്ലീൻ ചെയ്യല്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അമാന്തിക്കണം. ഉപ്പും പുളി എങ്ങനെയാന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ നോക്കാം. നല്ലതാ, ഇച്ചിരി പുളി വേണം പറയാം. എനിക്കൊരു പൊടിക്ക് പുളി കുറവാന്ന് തോന്നി ഒരു സ്വല്പം പുളി ചേർക്കുക കേട്ടോ. സ്വല്പം ഇത് മതിയാവും. ഇനി നമുക്കൊന്നോടെ തിളച്ച് കഴിയുമ്പോൾ നോക്കാം. തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് പോലെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, വിറക് അങ്ങ് കുത്തിക്കെടുത്തുക ഈ അടുപ്പിൽ തന്നെ കേട്ടോ. എന്നിട്ട് നമുക്ക് ആ കനലിലിരുന്ന് ചാറ് വറ്റിക്കോളും. അതാണ്ട് കുത്തിക്കെടുത്താറായിട്ടുണ്ട്. ഇപ്പം ഒത്തിരി പറ്റിയാൽ പിന്നെ ചാറ് ഉണ്ടാവൂലല്ലോ ഒന്നേ, ചൂടത്തിരുന്ന. അതാ. പക്ഷെ എന്നാണെങ്കിലും നല്ലൊരു ഔട്ട്ഡോർ ഷൂട്ടല്ലേ ഇതാ. പാളയംകുടം വാഴയുടെ പിണ്ടി വെച്ചുള്ള ഒരു കറി, ചാളക്കറി അല്ലേ. അതാണ് ഇന്നത്തെ നമ്മുടെ ഡിഷ്. ഈ കറിയുടെ കൂടെ ഒരു മെഴുക്ക് വരട്ടിയും പിന്നെ എന്തെങ്കിലും ഒരു പിക്കിളും മതി. എനിക്ക് ധാരാളം മതി. ഇത് ഈ ചാറ് വറ്റി കഴിയുമ്പോൾ ആ പിണ്ടിയിലേക്കൊക്കെ ചാളയുടെ നെയ്യ് ഇറങ്ങും. അപ്പം ഭയങ്കര ടേസ്റ്റാണ്. നെയ്യുള്ള ചാള കൊണ്ട് മാത്രമേ പിണ്ടിയിട്ട് ഈ കറി വെക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു ലൈവ് വേറെ ഒരെണ്ണം നെയ്യുള്ള ചാള കൊണ്ട് ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങ ഇട്ട് തേങ്ങ അരച്ച കറി, പച്ചത്തേങ്ങ അരച്ച. പിന്നെ ഏത്തക്ക ഇട്ടും നെയ്യുള്ള ചാള വെക്കും കേട്ടോ, മുളക് ചാറ്. നമ്മളിപ്പോൾ 2 ഐറ്റം കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ തീ കെടുത്താം കേട്ടോ. തീ വേണ്ടെങ്കിൽ എന്നാന്നോ എല്ലാം നല്ല തിളച്ചു വെന്തു. നീ ഇതങ്ങ് വറ്റിയാൽ മതി ജസ്റ്റ്. ഇനി നമ്മൾ
അടുപ്പിൽ നിന്ന് വിറകെല്ലാം പുറത്തേക്കെടുത്ത് മാറ്റി അതിൽ ആ കനലിലിരിക്കുവാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അടുപ്പിൽ നിന്ന് തന്നെ കറി മാറ്റാൻ കേട്ടോ. കൂടുതൽ ഈ ചൂട് വിറകിൻ്റെ ചൂട് അടിയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചാറ് പറ്റിപ്പോയി ചട്ടിയിലിരുന്ന് കേട്ടോ. അപ്പോൾ ഉലുവാപ്പൊടി ചേർത്താലോ? ചേർക്കാം. അതൊരു തരി ചേർത്താൽ മതി. ഒരു തരിക്കതേ അധികം ഇടണ്ട, കുറച്ചല്ലേ കറിയുള്ളൂ. കൂടുതൽ ഉലുവ ചേർന്ന് കഴിഞ്ഞാൽ കഴിക്കും കറി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇത് മാറ്റി പുറത്തേക്ക് എടുത്ത് വെക്കാം. ചട്ടി ഈ വഴയിലയുടെ ഇങ്ങോട്ട് വെച്ചാലോ പുറത്തേക്കാ? ആ ഇത് വെക്കാം. ഇവിടെ ഒന്ന് മാറ്റിട്ട് കേട്ടോ. സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കും, ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇനി ഇതെല്ലാം അകത്തേക്ക് കൊണ്ടുപോകണം. അതിന് മുമ്പ് നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വെക്കാം കറി. വാങ്ങട്ടെ? വാങ്ങിക്കോ. ഇവിടെ വെക്കാം. നാട്ടിൻപുറത്തെ തനി നാടൻ രുചി അതേ പരമ്പരാഗത ശൈലിയിലുണ്ടാക്കിയ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേ. അതുപോലെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്, അതും കൂടി ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാകാതെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.